ഹലോ ഗായ്സ്, ഇനി നമുക്കൊരു കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടാലോ. ഈ ഒരു കേക്ക് ലുക്ക് ഒന്നും നോക്കണ്ട ഗൈസ്, ടേസ്റ്റ് വൈസ് സൂപ്പറാണ്. ഞാനൊരു 30ന്റെ ഓറിയും ഒരു 10ന്റെ ഓറിയാണ് എടുത്തിക്കുന്നത്. പിന്നെ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തിനാണ് ഇതിന്റെ മുകളിൽ ഇങ്ങോട്ട് തട്ടുന്നത്. വലിയ വലിയ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ അങ്ങനെയാണ് ഗൈസ്. അപ്പൊ ഞാനും തട്ടി. അങ്ങനെ ഈ ഓറിക്ക് ഒരു പാത്രത്തിലാക്കിയതിന് ശേഷം നമ്മൾ അത് പാർട്ടീഷൻ ചെയ്തെടുക്കണം. അതിന്റെ ക്രീം ഒരു സെക്ഷൻ, ബിസ്ക്കറ്റ് ഒരു സെക്ഷൻ. ആക്ച്വലി ഗൈസ് എനിക്ക് കുക്കിംഗ് വീഡിയോ ഒന്നും എടുക്കാറില്ല, പക്ഷെ കണ്ടന്റ് അല്ലേ നമുക്കെല്ലാം. ബൈ ദ ബൈ, കേക്ക് ഉണ്ടാക്കാനും എനിക്കറിയില്ല. എൻ്റെ ലൈഫിലെ ഫസ്റ്റത്തെ കേക്കാണിത്. അങ്ങനെ അതിൽ കാണിച്ച പോലെ ഈ ബിസ്ക്കറ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ക്രഷ് ചെയ്തെടുക്കുക. പിന്നെ പാൽ ഒഴിച്ച് വേണം മിക്സ് ചെയ്യാൻ. ഞാനൊരു 3/4 കപ്പ് പാലെടുത്തുണ്ടാവും. കുറച്ച് അങ്ങനെ ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുത്ത് ശേഷം 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിനുശേഷം പഞ്ചസാര ഇട്ട് പൊടിച്ചിട്ടിടാം, പൊടിക്കാതെ ഇടാം. പക്ഷെ എനിക്കൊരു അമളി വെട്ടി ഗൈസ്, മധുരം കുറച്ച് കുറഞ്ഞു പോയി. നിങ്ങൾക്ക് വേണമെങ്കിൽ തോന്നുന്നു മധുരത്തിന് കുറച്ചുകൂടെ ഇടാം. ഷുഗറിന് അങ്ങനെ കറക്റ്റ് അളവൊന്നും ഇല്ല, അതൊക്കെ നമ്മൾ ഇഷ്ടമാണ്. എത്ര വേണോ എത്ര ചേർക്കാം. അങ്ങനെ അതൊക്കെ പാടെ മിക്സ് ചെയ്തുകൊണ്ട് നല്ല ഇളക്കി ഗൈസ്. മമ്മി പറഞ്ഞത് ഒറ്റ ഡയറക്ഷനിൽ തന്നെ ഇളക്കണം, അല്ലെങ്കിൽ കേക്ക് ഹാർഡ് ആവുന്നതാണ് ഗൈസ്. നമ്മൾ നേരത്തെ പാർട്ടീഷൻ ചെയ്ത് വെച്ച ക്രീം ഇതിൽ ഇട്ടിട്ട് പിന്നെയും മിക്സ് നന്നായിട്ട് അങ്ങോട്ട് മിക്സിക്കോളി നിങ്ങള്. ഞാൻ മിക്സ് ചെയ്യുന്നത് ഇതിൽ കാണിക്കായിട്ടാണ്. പിന്നെന്താ, ഒരു ബേക്ക് ചെയ്യുന്ന പാത്രം എടുത്തിട്ട് ബട്ടർ നന്നായിട്ട് തേച്ച് കൊടുക്കുക. ഓയിൽ തേക്കണവർക്ക് ഓയിൽ തേക്കുക, ബട്ടർ തേക്കണവർക്ക് ബട്ടർ തേക്കുക. ഞാൻ ബട്ടർ തേച്ച് നന്നായിട്ട് പിരിച്ച്. ബട്ടർ പേപ്പറാണ് വെക്കേണ്ടത്. അതില്ലാത്ത കാരണം A4 ഷീറ്റ് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് അതിന്റെ മുകളിൽ നന്നായി തേച്ച് പിടിപ്പിക്കുകയാണ് ഞാൻ ചെയ്തത്. പിന്നെ നമ്മുടെ ബാറ്റർ അതിൽ കൊഴിച്ച് ഞാൻ തട്ടി വരണ്ടൊക്കെ എടുത്തു കേട്ടോ ഗൈസ്. വീഡിയോയുടെ മെനക്ക് ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ബബിൾസ് പൊന്നുന്നാണ് എൻ്റെ മമ്മി പറഞ്ഞത്. പിന്നെ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത പാത്രത്തിൽ ഈ സാധനം അടച്ചു വെച്ച് ചൂടാക്കി എടുക്കുക. ഒരു 30 മിനിറ്റോളം അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, ഒത്തിനതാവുള്ളൂ. പിന്നെ ഇത് വെറുതെ തിന്നാ പോരല്ലോ, കുറച്ച് ഡെക്കറേഷൻ ഒക്കെ വേണ്ട. അതിന് ഞാൻ അവിടെ ഡയറി മിൽക്ക് എടുക്കണത്. അത് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കുക. ഞാൻ പാലൊഴിച്ചിട്ടാട്ടോ മെൽറ്റ് ചെയ്തത്. ഇങ്ങനെ മെൽറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ഹാർഡ് ആയിരുന്നു, ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ നമ്മളെ കേക്ക് ഇവിടെ സൂപ്പറായിട്ട് കിട്ടിയിട്ട് ഗൈസ്. എങ്ങനെയുണ്ട് കാണാൻ? കേക്കിന്റെ ബാറ്റർ ഒഴിച്ചപ്പോൾ കുറച്ച് പേടിണ്ടായിരുന്നു, പക്ഷെ നല്ല സോഫ്റ്റ് ആൻഡ് സ്പഞ്ചി ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെന്താ, നമ്മൾ മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് ഇതിന്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക. എല്ലായിടത്തും ആക്കി കൊടുക്കുക, ഒരു ലാവ കേക്ക് പോകും. പിന്നെ ഞാൻ നേരത്തെ കുറച്ച് ഓറിയോ ബിസ്ക്കറ്റ് മാറ്റിച്ചിട്ടുണ്ടായിരുന്നു, അത് പൊടിച്ചിട്ട് കൊടുക്കുക. കുറച്ച് മെനക്ക് വേണ്ടി കുറച്ച് ജെംസ് ഇട്ട് കൊടുക്കുക. എനിക്ക് അതിന് ഡെക്കറേഷൻ ഒന്നും അറിയില്ല ഗൈസ്. ഇതാണ് നമ്മളെ കേക്കിന്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട് ഗൈസ്? സൂപ്പർ ആയിട്ടില്ലേ കാണാൻ വലിയ ഭംഗിയിട്ട് ചോദിച്ചൊക്കെ അറിയില്ല, പക്ഷെ ടേസ്റ്റ് വൈസ് സൂപ്പർ ഗൈസ്. അങ്ങനെ ഞാനും ഒരു മിനി ബേക്കർ ആയിട്ടുണ്ട്. പിന്നെ പോലെ അറിയാത്തവരാരെങ്കിലും ഇത് കണ്ട് ചെയ്ത് നോക്കിക്കോളി, സൂപ്പർ ആയിട്ട് കിട്ടും, നല്ല ടേസ്റ്റിനാണ്. അപ്പൊ ശരി, ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. എല്ലാവരും ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.